അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. ഇപ്പൊ ഞാൻ എടുക്കുന്ന വീഡിയോ പെരുന്നാളിന്റെ തലേ ദിവസമാണ് കേട്ടോ. ഇത് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ന് എത്തും എന്നുള്ളത് എനിക്ക് അറിയില്ല. കാരണം പെരുന്നാളിന്റെ ഒരു തിരക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. എന്തായാലും ഒരു 2 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ വിടാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്ക്. പെരുന്നാൾ കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ എത്തുന്നത്, അതുകൊണ്ട് സോറി കേട്ടോ. അപ്പോൾ ഇക്ക സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുവരെ 2 ദിവസമായിട്ട് വീട് മൊത്തം ക്ലീൻ ആക്കുന്നതിൻ്റെ ഒക്കെ തിരക്കിൽ തന്നെ ആയിരുന്നു ഞാൻ. അപ്പോൾ ശരിക്കും വീഡിയോ എനിക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ മക്കളും ഞാനും 2 ദിവസം സ്കൂൾ അവധിയായിരുന്നു, അപ്പോൾ അവരും ഉണ്ടായിരുന്നു. അപ്പോൾ ബേബീനെ അവരെ കൂടെ കളിക്കാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ജോലി തീർക്കുന്ന ഒരു തത്രപ്പാടിലൊക്കെ ആയിരുന്നു. പിന്നെ നാളത്തേക്കുള്ള സാധനങ്ങളൊക്കെ തലേ ദിവസം തന്നെ ഞാൻ റെഡിയാക്കി വെക്കലുണ്ട്. സാധാരണ അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. ക്രിസ്മസ്, ഓണം, എന്താണ് ഇപ്പം പെരുന്നാള്, നോമ്പ്, എല്ലാ പരിപാടികൾക്കൊക്കെ. നോമ്പിന് അങ്ങനെയല്ല, നോമ്പിന് നമ്മൾ പതിവില് രാവിലെയൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കും, രാത്രിക്ക് വൈകുന്നേരത്തേക്കുള്ളതൊക്കെ. അപ്പോൾ വിശേഷങ്ങളുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കൂലേ. അതുപോലെ ഞാൻ ഇന്നലെ വരെ ഫുള്ള് വീട് ക്ലീനിങ്ങും ഒക്കെ ആയിരുന്നു. ഇന്നിപ്പോ ജസ്റ്റ് അടിച്ചലും തുടക്കലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം വൈകുന്നേര സമയമായിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് കാക്കു പച്ചക്കറിയും ചിക്കനും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെയുള്ള വെളുത്തുള്ളി, ഇഞ്ചി, സവാളയും പച്ചമുളകൊക്കെ ഞാൻ റെഡിയാക്കി സെറ്റാക്കി കഴുകി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ചിക്കന് ഫ്രൈ ചെയ്ത് വെക്കണം. ഫ്രൈ ചെയ്തല്ല, മസാല പിടിപ്പിച്ച് വെക്കണം. നാളത്തേക്കിന് ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കല്. പിന്നെ ഈ ബിരിയാണീന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ മുൻപൊരു കഴിഞ്ഞ മാസം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഏകദേശം എല്ലാവർക്കും ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ അറിയും. പക്ഷെ എനിക്ക് അത്ര വലിയ ഡിഫറെന്റ് ടൈപ്പിൽ ഉണ്ടാക്കാനൊന്നും അറിയില്ല. എന്നാൽ പോലും ഞാൻ ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പ് ആവാത്ത ഒരു ബിരിയാണി റെസിപ്പിയാണിത്. സ്ഥിരമായിട്ട് ഞാൻ ഇതുപോലെ തന്നെയാണ് കുക്കറിൽ ചിലപ്പോൾ ഫ്രൈ ചെയ്തിട്ട് വെക്കും, ചിലപ്പോൾ ഫ്രൈ ചെയ്യാതെ വെക്കും. ആ ഒരു ഡിഫറെന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഫ്രൈ ചെയ്ത് വെക്കുന്നതാണ് കാക്കുവിന് ഏറ്റവും ഇഷ്ടം. പിന്നെ ബിരിയാണി ഇവിടെ ചൂടാക്കി കഴിക്കുന്ന ഒരു പ്രവണത ഉണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ ഞാനും അങ്ങനെ തന്നെയാണ്, കാക്കുവിനും അങ്ങനെ ഇഷ്ടമാണ്. കട്ടൻ ചായ ബിരിയാണി മാത്രം കൂട്ടിയിട്ട് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ കഴിക്കണത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ജാസ്തി ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഇവിടെ ഇപ്പോൾ 3.5 കിലോ ചിക്കനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ചിക്കൻ പറഞ്ഞാല് 3.5 കിലോ ഇറച്ചി തൂക്കമുണ്ട് കേട്ടോ. നമുക്ക് ഏകദേശം ഒരു 10-20 ആളുകൾ നമ്മളെ വീട്ടിൽ വരാനുണ്ട്. കാരണം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, ഇക്കാൻ്റെ 2 സിസ്റ്റേഴ്സും പിന്നെ ഏട്ടൻ്റെ മക്കളും, ഉമ്മ, ഉപ്പ, പിന്നെ ശുഷന് മുന്നോട്ട് ടീച്ചേഴ്സാണ് ഇന്നത്തെ പ്രാവശ്യത്തെ ഗസ്റ്റ് കേട്ടോ. പിന്നെ നമ്മളെ തൊട്ട വീടിൻ്റെ അടുത്തുള്ള കുറച്ച് പേരുണ്ട്. ഇതെന്താ നോക്കാം, അവർ കഴുകിയിട്ട് വെക്കുന്നത് പഞ്ചായത്തുകാർക്ക് കൊണ്ടുപോകാനാട്ടോ. വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്രൂപ്പ് ആളുകൾ വരലുണ്ട്. ഇപ്പൊ എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പൊ ഇനി ഇത് ഡ്രൈ ആക്കിയതിന് ശേഷമാണ് അവരെ കവറിൽ ചാക്കിൽ ഇട്ട് വെക്കുന്നത്. അപ്പൊ ഇനി നമ്മുടെ ചിക്കൻ ഒന്ന് കഴുകിയെടുക്കാണ്. ഫസ്റ്റ് ഇതില് നമ്മുടെ ചിക്കൻ്റെ തൂവലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മാറ്റി വെക്കണം, തൂവല് പെടാണ്ടേ. ഓരോ പീസും എടുത്തിട്ട് മാറ്റി വെക്കണം. ചിക്കനൊക്കെ കഴുകാൻ എല്ലാവർക്കും അറിയാലോ. പക്ഷേ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടൊക്കെ മക്കളൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ടൈമൊക്കെ ചിക്കനൊക്കെ കഴുകുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിക്കൻ കഴുകുന്നുണ്ടായിരിക്കാം, പക്ഷെ അത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ മക്കളെ കൊണ്ടൊക്കെ, കുറച്ച് മുതിർന്ന മക്കളെ കൊണ്ടൊക്കെയാണ് അത് ചെയ്യിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം കേട്ടോ, അങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഒന്ന്. അപ്പൊ ചിക്കനൊക്കെ ഏകദേശം ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഒരു പ്രാവശ്യം കൂടി വെള്ളത്തിലിട്ടൊന്ന് കഴുകിയാൽ മതി. അപ്പൊ എത്ര വട്ടം കഴുകിയാലും ഇതിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. കാരണം എന്താണോ,
ഇതിലെന്തെങ്കിലും കാണുന്നുണ്ടോ, വീണ്ടും തൂവൽ എന്തെങ്കിലും കാണുന്നുണ്ടോ, അഥവാ ഉണ്ടായാലോ എന്ന് നോക്കിക്കൊണ്ടേയിരിക്കുന്ന പണിയാണ്. ഇത് കഴുകി തീർന്നത് വരെ ടെൻഷനാണ്. അരമണിക്കൂറിലേറെ സമയം എടുത്തു കേട്ടോ ഞാൻ ഈ ചിക്കൻ ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും അധികം ചിക്കൻ ഉണ്ടല്ലോ. ഒരിക്കലും നിങ്ങൾ ഈ ചിക്കൻ കഴുകിയിട്ടുള്ള വെള്ളം ഒന്നും പുറത്ത് വയ്ക്കരുത് കേട്ടോ. പുറത്ത് നിന്നല്ല, സിങ്കിൽ ഒഴിക്കരുത് കേട്ടോ. കാരണം നമ്മുടെ പച്ചക്കറികൾക്ക് ഏറ്റവും നല്ല വളമായിട്ട് കൊടുക്കാൻ പറ്റിയതാണിത്. കറിവേപ്പിനും അതുപോലെ തന്നെ മല്ലിയില, പുതിനയിലൊക്കെ നമ്മൾ ഉണ്ടാക്കൂലേ, വീട്ടിലുണ്ടാക്കിയെടുക്കൂലേ, അത് ഏറ്റവും ബെസ്റ്റാണിത്. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ചിക്കനിൽ മസാല പിടിപ്പിച്ചേക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതിൽ നിന്ന് പാർട്സ് ഞാനൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അത് കുരുമുളക് ഇട്ട് വെക്കുന്നത് കാക്കൂനും ഭയങ്കര ഇഷ്ടമാണ്. രാത്രി ചപ്പാത്തി മതി, പാർട്സ് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണ സൂപ്പ്, വെജിറ്റബിൾ സൂപ്പോ അല്ലെങ്കിൽ രാഗി ചൊളാണ്ടിൻ്റെ കുറുക്കോ, ചൊളാണ്ടി കൊണ്ടുള്ള സൂപ്പോ അങ്ങനെ എന്തെങ്കിലുമാണ് ഇവിടെ ഉണ്ടാക്കല്. അപ്പോൾ ഇന്ന് ചിക്കൻ വാങ്ങിയതുകൊണ്ട് പാർട്സ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് കുരുമുളക് ഇട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനേ ഒരുപാട് മസാലയൊന്നും ഞാൻ എടുക്കുന്നില്ല. ആകെ 2-3 ഐറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ. മുളക് പൊടി ഇപ്പോൾ ഒരു 2.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടുതലായിട്ട് ചേർക്കണ്ട കേട്ടോ. കാരണം നമ്മൾ മസാല, ബിരിയാണിയിലേക്ക് മസാല ഉണ്ടാക്കൂലേ, അപ്പോൾ ആ മസാലയിൽ നമ്മൾ ഉപ്പിടും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ചിക്കനിൽ കുറച്ച് ഉപ്പ് കൂടുതലായിട്ട് തോന്നും കേട്ടോ. അതുകൊണ്ടാണ് ഉപ്പ് പാകത്തിന് തന്നെ കൊടുത്താൽ മതി എന്ന് പറയുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് വൈറ്റ് വിനെഗറാണ്. സാധാരണ നമ്മൾ അച്ചാർ ഇടാൻ യൂസ് ചെയ്യില്ലേ, ആ വിനെഗർ ഒരു 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ട് പുരട്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ സമയം ഇത് ഞാൻ പുരട്ടി വെക്കലുണ്ട്. സാധാരണ ചില ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ ഞാൻ രാവിലെ വരെ ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് രാവിലെയാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഫ്രൈ ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചിക്കൻ്റെ സ്മെല്ലടിച്ചിട്ടേ പൂച്ചക്കുട്ടനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവനുള്ളത് ഞാൻ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ കഴിച്ചിട്ട് വീണ്ടും കിച്ചണിലേക്ക് വന്നതാണ് ആള്. ഞാനെടുത്ത വിനാഗിരി കുറച്ച് കുറഞ്ഞു പോയതുകൊണ്ട് ഞാൻ അല്പം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ വേണ്ട കേട്ടോ. കാരണം ഇത്രയും ഇത് ലൂസിൽ മതി. കാരണം എന്താണെന്നോ, നമ്മുടെ ചിക്കനിൽ എന്തായാലും ഓൾറെഡി കുറച്ചെങ്കിലും വെള്ളം ഉണ്ടാവും. നമ്മൾ എത്ര വെള്ളം തോർത്തി എടുത്തിട്ടുണ്ടെങ്കിലും ഒരല്പം വെള്ളം അതിലുണ്ടാവും. പിന്നെ നമ്മൾ അത്രയും ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് മറ്റതുപോലെ നമ്മൾ ഡീപ്പ് ഫ്രൈ ആക്കിയിട്ട് സാധാരണ കഴിക്കണ പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്താണ് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം അപ്പോഴേ നമ്മൾ മസാല എല്ലാ ചിക്കനിലേക്കും ഒരുപോലെ പിടിച്ചു കിട്ടുള്ളൂ. ഇങ്ങനെ നമ്മുടെ ചിക്കനിലൊക്കെ മസാലയൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് കണ്ടോ, എല്ലായിടത്തും ഒരുപോലെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്ര കുറച്ച് മസാല ആണെങ്കിലും ഇങ്ങനെ ഫുള്ളായിട്ട് എത്തും കേട്ടോ. അങ്ങനെ ഓരോന്ന് കുറച്ച് ഇട്ടിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കയ്യിൽ എരിവും ഇതൊക്കെ പുകച്ചിലൊക്കെ ഉണ്ടാവുന്ന ആളുകൾക്ക്, സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ള ആളുകൾക്ക് പെട്ടെന്ന് എരിവ് പുകച്ചിലൊക്കെ വരും കേട്ടോ കയ്യിന്. അപ്പോൾ അങ്ങനെ നീറ്റിലൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൗസ് ഇട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് ആവശ്യത്തിന് മാത്രമല്ലേ ഇത് ചെയ്യുന്നുള്ളൂ. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഇടാത്തത്. പിന്നെ എനിക്ക് ഇപ്പോൾ കയ്യിൽ മുറിവൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ ധൈര്യമായിട്ട് ചെയ്യുകയും ചെയ്യാം. പെട്ടെന്ന് ചൂട് കയറൂല, മുളകിൻ്റെ ചൂട് കയറൂല. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും കൂടെ കയ്യിനൊരു പൊള്ളലും ഒരു നീറ്റലൊക്കെ വരും കേട്ടോ. എന്താ ചിലവർ ഇങ്ങനെ ചിക്കന് ഫ്രൈ ചെയ്ത് വെക്കുന്ന സമയത്ത്, ഫ്രൈ ചെയ്യാൻ വേണ്ടി മസാല ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുന്ന സമയത്ത്
ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചേർത്തിട്ട് ചെയ്യുന്നത് കാണാം. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചട്ടിയിൽ ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യും. ഇതിന്റെ മസാല ഒരുപാട് ഉണ്ടാകുമ്പോൾ ഓയിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഈ ഓയിലൊക്കെ നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് ആ ഓയിലിൽ തന്നെ ഉള്ളി വഴറ്റാനൊക്കെ യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. പിന്നെ വേറൊരു ആവശ്യത്തിന് നമുക്ക് ആ ഓയിൽ യൂസ് ചെയ്യാൻ പറ്റൂല. കാരണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞിട്ട് ആ ഓയിൽ നമുക്ക് അപ്പം തന്നെ ബിരിയാണിക്ക് പോലും ചേർക്കാൻ പറ്റാത്ത അവസ്ഥയാവും. പിന്നെ 2-3 ട്രിപ്പായിട്ടല്ലേ, 3-4 ട്രിപ്പൊക്കെ ആയിട്ടാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുക, ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ആ സമയത്തും നമുക്ക് തീ കുറച്ച് കൂടിപ്പോയിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് ആ ഒരു എണ്ണൻ്റെ കരിഞ്ഞ സ്മെല്ല് വരും ചിക്കന്. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുകളൊന്നും ചേർക്കാത്തത്. ഇങ്ങനെ സാധാരണ പോലെ ഇങ്ങനെ മാത്രം ചെറിയ രീതിയിൽ കുറഞ്ഞ മസാല ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് കണ്ടോ, നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള കറിവേപ്പിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചിക്കനും മീന് ബീഫ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഞാൻ അതിൻ്റെ വെള്ളം, കേൾക്കുന്ന വെള്ളം ഇതിന് ഒഴിച്ചു കൊടുത്തിട്ടാണ്. ഇത് ഇത്ര മരം അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്. മരം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, പക്ഷെ ഉള്ള ലീഫ് അടിപൊളിയാണ്, നല്ലോണം വലുതായിട്ടുണ്ട്. ഇലകളും തന്നെ നല്ല സ്മെല്ലും ആണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിനെ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ചാരടുപ്പത്തെ വെണ്ണൂറിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് കണ്ട് നല്ലോണം ലൂസാക്കി, കുറച്ച് കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ അതിൻ്റെ ഡബിള് പച്ചവെള്ളം, സാധാരണ നോർമൽ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടാണ് മിക്സ് ചെയ്തിട്ടാണ് ഇതിന് ഒഴിച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ പാർട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ബൾബ് മൊത്തം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, ഒരു വെളുത്തുള്ളിൻ്റെ ഒരു പകുതിയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു കുഞ്ഞ് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതും കൂടെ മിക്സിയിൽ ഒന്ന് കറക്കി എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുന്നുള്ളൂ, ഓവറായിട്ട് പേസ്റ്റ് ആക്കിയൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഇതിപ്പോൾ ഗ്രേവി വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് കറക്കിയതേ ഉള്ളൂ കേട്ടോ. ഓൺ ചെയ്തു, ഓഫ് ചെയ്തു, അത്ര സമയമുള്ളൂ. ഞാനിവിടെ ഒരു മൺപാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ ചതച്ച് വെച്ചിട്ടുള്ള മസാലയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്കുള്ള മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്, മസാല പൗഡറുകൾ. അപ്പോൾ കുറച്ച് കുരുമുളക്, എരിവിന് ആവശ്യത്തിന് 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ടീസ്പൂണ് കുരുമുളകിൻ്റെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ഇട്ട് കൊടുക്കുന്നത് ചാട്ട് മസാലയാണ്. ചാട്ട് മസാല ഇവിടെ ഞാൻ ഇങ്ങനെ എന്താ പറയുക, കുരുമുളക് ഇട്ട് വെക്കുന്നതിൽ ചേർക്കാറുണ്ട് കേട്ടോ. കുറഞ്ഞ അളവിൽ തന്നെ ചേർക്കലുള്ളൂ. പിന്നെ ഇടുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും. പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതിൽ ഉപ്പ് നോക്കിയിട്ട് വേണം ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം എന്താണെന്നോ, പെട്ടെന്ന് തന്നെ വെള്ളം വറ്റിപ്പോവും, പിന്നെ ഗ്രേവി ഉണ്ടാവില്ല. അപ്പോൾ ഇനി കേക്ക് വെച്ചിട്ടുള്ള മീറ്റ് ഇതിലേക്കൊന്ന്, നമ്മുടെ പാർട്സ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാർട്സ് ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റാണ്, എരിവും കറക്റ്റാണ്. ഇനി കുക്ക് ചെയ്ത് വന്നിട്ട് എരിവ് കുറവുണ്ടെങ്കിൽ മാത്രം ഒരല്പം കൂടെ കുരുമുളക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പാർട്സൊക്കെ ഇവിടെ അടുപ്പത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനേ മക്കൾക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പുട്ടുകുറ്റി എടുത്താണ് കേട്ടോ. അപ്പോൾ കാക്കു പറഞ്ഞു എനിക്കും ചപ്പാത്തി വേണ്ട, പുട്ട് മതിയെന്ന്. അങ്ങനെ നമ്മുടെ പ്ലാന് മാറ്റി പുട്ടുണ്ടാക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം വേണോ? അപ്പോൾ ഈ സമയത്ത് ഞാൻ 2 കടി ഉണ്ടാക്കണമല്ലോ, ഒന്ന് ചപ്പാത്തിയും പുട്ടും കൂടെ ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ്, പുട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് വേണം കാക്കുന് ചപ്പാത്തി ഉണ്ടാക്കാനെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് കാക്കുന് പുട്ട് മതി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് രക്ഷപ്പെട്ട് ഒരു
ഒരു ഐറ്റം തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതിയല്ലോ. അങ്ങനെ നമ്മുടെ പുട്ടിന് ആവി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കറിയും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് കുക്കായിട്ടുണ്ട് ഇപ്പോൾ. അപ്പൊ ഇനി കുറച്ച് ഗ്രേവി മാത്രമേ ഉള്ളൂ, തിക്കായിട്ടുള്ള ഒറ്റ ലൂസ് ആവാത്തുള്ള ഗ്രേവിയാണുള്ളത്. അപ്പൊ ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ മാത്രം തൂവി കൊടുക്കുന്നുണ്ട്, കുറച്ച് കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാണ്. ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്, എന്നിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ പുട്ടും കറിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പുട്ടും കറിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പൊ ഇനി മക്കൾക്ക് കൊടുക്കട്ടെ. അപ്പൊ 7:45 കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഞാനൊരു 6 മണി സമയത്തൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്ന പരിപാടിയാണ് വൈകുന്നേരത്തെ. ഇനി മക്കൾക്ക് ഭക്ഷണം കൊടുക്കട്ടെ. അപ്പൊ ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ നാളെ രാവിലെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ചും കൂടെ ഉള്ളികളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കാണ്ട്, വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി സവാളയാണ് ക്ലീൻ ആക്കാനുള്ളത്. അപ്പൊ അതും കൂടി റെഡി ആക്കിയിട്ട് ഒന്ന് എടുത്തു വെക്കണം. അപ്പൊ നമ്മളിവിടെ തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ചിക്കൻ വറുത്തെടുക്കാനുള്ള ഓയില് ഒഴിച്ചു കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. ഇപ്പൊ ഏകദേശം 4:45 ആയിട്ടുള്ളത്. ഞാനിവിടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിൽ കയറിയതാണ്. 4:45 ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം 4:50 ആയിട്ടുണ്ട്. 4 മണിയാകുമ്പോഴത്തേ എഴുന്നേറ്റതാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ തീയൊക്കെ പിടിപ്പിച്ചു. അപ്പൊ അടുപ്പത്ത് കുടിവെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ആ വെള്ളം തിളച്ച് വാങ്ങി വെച്ചിട്ട് വേണം പായസത്തിനുള്ള പരിപാടി നോക്കാൻ വേണ്ടിയിട്ട്. ഒരടുപ്പത്ത് ചിക്കന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓയിൽ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെ അവിടെ തന്നെ ചിക്കന് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ചിക്കൻ വറവ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ അപ്പുറത്ത് തന്നെ വെള്ളമൊക്കെ നല്ലോണം തിളച്ച്, കുടിവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ. നല്ലോണം തിളച്ചിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ വമസല്ലി വാങ്ങിയത് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സിമ്പിളായിട്ടുള്ള പായസമല്ലേ എല്ലാവർക്കും ഇഷ്ടം. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ സേമിയ പായസമാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ടാണ് വമസല്ലി വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്യാനും ചിക്കനിലേക്കും ആവശ്യത്തിനുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വമസല്ലൊക്കെ വറുത്തെടുത്തതിന് ശേഷം ഞാൻ റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഉള്ളി ഇങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല തീ വേണം താനും. ഉള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകാനും പാടില്ല. അങ്ങനെ ആകുമ്പോഴേ ഉള്ളൂ ഉള്ളി ഫ്രൈ ആയി കിട്ടുക കേട്ടോ. അല്ലെങ്കിൽ ഉള്ളി ഒന്ന് വെന്ത് കുഴഞ്ഞു പോകുന്ന പരുവത്തിലാണ് പെട്ടെന്നാവുക. ഫ്രൈ ആയി കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല തീ വേണം. അപ്പോൾ സേമിയ വറുത്ത് വാങ്ങി വെച്ചതിന് ശേഷം ഞാൻ ചൊവ്വരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചൊവ്വരി ജസ്റ്റ് ഒന്ന് വറുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. ഞാൻ എല്ലാതും സെപ്പറേറ്റ് ആണ് കേട്ടോ കുക്ക് ചെയ്യാറുള്ളത്. വമസല്ലി ആയാലും അതുപോലെ തന്നെ ചൊവ്വരി, പാലും ഒക്കെ സെപ്പറേറ്റ് കുക്ക് ചെയ്തിട്ട് ആണ് പായസത്തിലേക്ക് ചേർക്കാറുള്ളത്, പായസമാക്കി എടുക്കാറുള്ളത്. ചില സമയത്ത് ഞാൻ പാലിൽ
മസലി പാലിൽ കുക്ക് ചെയ്തെടുക്കും, ചോരി വേറെ സെപ്പറേറ്റും കുക്ക് ചെയ്തെടുക്കും. അങ്ങനെ നമ്മുടെ അവസാനത്തെ ട്രിപ്പ് ചിക്കനും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ കുറച്ചായതുകൊണ്ടേ ഒരുപാട് പ്രാവശ്യം കുക്ക് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലിൽ തന്നെയാണ് നമ്മൾ ഉള്ളി വഴറ്റിയെടുക്കുന്നത്. ഇത് കണ്ടോ, ഈ മസാല ഒന്നും കരിഞ്ഞു പോയിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഉള്ളി വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചിക്കൻ വറുത്തെടുക്കുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. ഇത് നമ്മൾ ജസ്റ്റ് ഫ്രൈ ചെയ്ത് ചിക്കൻ മാത്രം ഫ്രൈ ചെയ്തെടുക്കൂ അല്ലേ. ഫ്രൈഡ് ചിക്കനായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ഉള്ളി ഈ ഒരു പാനിൽ നിറച്ചുണ്ട്. ഞാൻ തീയൊന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണോ, നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള മസാല പെട്ടെന്ന് കരിഞ്ഞാലോ. ഇനി ഇല്ല കേട്ടോ. ഇപ്പോൾ ഉള്ളി ഇപ്പോൾ ഇതിലിട്ടിട്ട് നമ്മുടെ പാനൊക്കെ ഒരു പാകത്തെ ചൂടായിട്ടുണ്ട്. കാരണം നേരത്തെ തിളച്ച് നിൽക്കല്ലേ, എണ്ണ ഒത്തിരി നേരം തിളച്ചുകൊണ്ടിരുന്ന ഓയിലിലേക്കല്ലേ നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു സെക്കൻഡിൽ ഞാൻ ഇതിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്ന കൊള്ളിയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്, വിറകൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. കാരണം ആ മസാല കരിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണീൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. കണ്ടോ, ഉള്ളിയിൽ പോലും ഒരു തരി പോലും അങ്ങനെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ചോരി ഏകദേശം എല്ലായിടത്തും പൊട്ടി വന്നുകൊണ്ടിരുന്ന കുക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, വൈറ്റ് കളറിലേക്ക് മാറിയിട്ടുണ്ട് ഏകദേശം കുറേ എണ്ണം. ഈ ഒരു പാനിലേക്ക് തന്നെയാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളി വഴന്ന് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഒന്ന് ചതച്ചിട്ടെടുക്കാം. 3 ലിറ്റർ പാലാണ് നമ്മൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പൊ നമ്മുടെ ചോരി ഏകദേശം കുക്കായിട്ടുണ്ട്. ഏകദേശം നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. അപ്പൊ ഇനി അത് വാങ്ങി വെച്ചതിന് ശേഷം ഞാൻ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്തത് എന്താണോ, ഇത് അല്ലെങ്കിൽ കട്ട പിടിക്കും, ഒരു പാട പോലെ ആയിത്തീരും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊന്ന് വാങ്ങി വെക്കുകയാണ്. അപ്പോൾ ഇനി പാല് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു പാന് ഉള്ളി ഉണ്ടായിരുന്നു ഞാൻ ഇട്ട് കൊടുത്ത സമയത്ത്. ഇപ്പൊ അതൊക്കെ വാടിയിട്ട് കുറഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളകാണ് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ചെറുതായതുകൊണ്ട് 7 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പൊ സമയം 6:30 ആയിട്ടുണ്ട് കേട്ടോ. എന്റെ ബേബി കുട്ടി എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയാണ് ഞങ്ങളുടെ യുദ്ധം തുടങ്ങുന്നത്. അപ്പോൾ ഈ സമയം വരെ ഞാൻ 2 അടുപ്പത്തും വെച്ചിട്ട് ഈസി ആയിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ എനിക്കൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇനി ഞാൻ ടെൻഷൻ അടിക്കേണ്ടി വരും. കാരണം കഴിഞ്ഞു പോവോ എന്താവും എന്നുള്ള അവസ്ഥ. ഗുഡ് മോർണിംഗ്. ശേഷം മുന്നേ എവിടെ? ഡാഡി അവിടെ? ചായ വേണോ? ബ്രഷ് ചെയ്യണ്ടേ? ബ്രഷ് ടീത്ത്. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട്, നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ അധികമൊന്നുമില്ല, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ അതിലേക്ക് വേണ്ട ബിരിയാണി മസാലന്റെ പൗഡറും ഒരല്പം കുരുമുളക് പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കട്ടെ. കാരണം മഞ്ഞളിന്റെ പച്ചമണൊക്കെ ഒന്ന് മാറി കിട്ടണ്ടേ.
1 ടീസ്പൂൺ ആണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. ആകെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇപ്പൊ എന്റെ കയ്യിലുള്ളത്. അത് മൊത്തം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടിച്ച് വെച്ചത്, അല്ലാതെ അത് ഉണക്കി വെച്ചിട്ടേ ഉള്ളൂ, ഞാൻ പൊടിച്ചെടുത്തിട്ടില്ല. അപ്പൊ ഇനി എരിവ് കുറവുണ്ടെങ്കിൽ അത്യാവശ്യം പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കലില്ല ഈ മസാലയിലേക്ക്. കാരണം നമ്മൾ മുളക് പൊടി ഉപയോഗിച്ചിട്ടല്ലേ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ പച്ചമുളകും കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളത്. ഇപ്പൊ അത്യാവശ്യത്തിന് എരിവുണ്ട് കേട്ടോ ഈ മസാല തന്നെ. ഇതിലേക്ക് ഞാൻ ബിരിയാണി മസാലന്റെ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാണ്. തക്കാളി ഒരുപാട് കുക്കാക്കി എടുക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം, ഇതിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് മാത്രമേ ഉള്ളൂ, കുക്കാക്കിയിട്ടില്ല കേട്ടോ. കാരണം ജസ്റ്റ് ചൂട് കയറിയിട്ടുള്ളൂ. അപ്പൊ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് വേണം നിങ്ങൾ ഉപ്പോ മുളകോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ പുളി കൂടെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ ടേസ്റ്റ് അറിയാൻ പറ്റും. നിങ്ങൾ കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് അപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ പാല് ഏകദേശം തിള വരാനായിട്ടുണ്ട്. ഞാൻ ഒരല്പം കുറച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്നോ, ബേബി എഴുന്നേറ്റ് വന്നതുകൊണ്ട്. അപ്പോൾ ഈ ഒരു തിള വരുന്ന സമയത്താണ്, ജസ്റ്റ് ഒന്ന് തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തീ നല്ലോണം കത്തിക്കൊണ്ടിരുന്ന സമയത്ത്. പിന്നെ ഞാൻ തീ കുറച്ച് കൊടുത്തതാണ്. പിന്നെ ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്തിരുന്നുണ്ട്. പഞ്ചസാര ഇട്ട ഉടനെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പാന് നല്ലോണം ചൂടായിക്കൊണ്ടിരിക്കല്ലേ, അപ്പൊ അതിനടിയിൽ പിടിക്കും. പാനിന്റെ അടിവശത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ പാലിന്റെ പാടയുണ്ടാവും. പാലിന്റെ പാടയെന്നല്ല, പാൽ ഒരുപാട് സമയം കുക്ക് ചെയ്തുകൊണ്ടിരുന്നല്ലേ, അപ്പൊ പാനിൽ പാലിന്റെ അംശം ഉണ്ടാവും. ഈ പഞ്ചസാരയുടെ കൂടുമ്പോൾ പാനിൽ പിടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ മസാല തയ്യാറാക്കി എടുത്തിട്ടുള്ള ഈ പാനിൽ തന്നെ ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ദമ്മിട്ട് വെക്കുന്നത് ഈ ഒരു കലത്തിലാണ്. അപ്പൊ ഈ ഒരു കലത്തിലേക്ക് ഞാൻ ചിക്കൻ ആദ്യം ഫസ്റ്റ് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ മസാല എല്ലാം ഇതിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി മസ്കിറ്റോ ഉണ്ടോ? പോരാട്ടോ മമ്മി. ഞാൻ ചിക്കനും ഈ മസാലയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ റെഡിയാക്കി വെച്ച മസാലയിലേക്ക് ഞാൻ ഒരു പിടി മല്ലിച്ചപ്പും പുതിന ഇട്ട് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ലാസ്റ്റ് ആണ് കേട്ടോ ഞാൻ മല്ലിച്ചപ്പും പുതിന ഇട്ട് കൊടുക്കാറുള്ളത്. ദമ്മിടാൻ ഏകദേശം ദമ്മിടാനുള്ള സമയമാകുമ്പോൾ മാത്രമാണ്. പാലും പഞ്ചസാരയും നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അതിലേക്ക് ഗോമസല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗോമസല്ലിയും തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ ഞാൻ ഏലക്കായ അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്.
അങ്ങനെ നമ്മുടെ സേമിയ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് പഞ്ചസാരയൊക്കെയാണ് കേട്ടോ, മധുരം കറക്റ്റ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ ചൊവ്വരി, വേവിച്ചെടുത്തിട്ടുള്ള ചൊവ്വരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കേട്ടോ. അപ്പം ഞാൻ ഇനി ഇതിലേക്ക് ഇതിപ്പോൾ നമ്മുടെ ചൊവ്വരിയും സേമിയനൊക്കെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. മധുരമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് തലയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂ കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഓയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർത്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് 200 ഗ്രാമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ കട്ട പിടിച്ചിരിക്കാൻ തോന്നണം. ഇതിൽ കട്ട പിടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാനൊരു സ്പൂണൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് ഇളക്കി എടുത്തിട്ടുള്ളത്. സാധാരണ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴാണ് ഇങ്ങനെ കട്ടയാവല്. ഇതെന്താണെന്ന് അറിയില്ല, ഞാൻ പുറത്ത് തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഇങ്ങനെ പായസം റെഡിയാക്കിയതിന് ശേഷം തിക്കായി വരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാലും പഞ്ചസാര കൂടെ തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. സാധാരണ നോർമല് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്, അപ്പൊ നമ്മുടെ പായസത്തിന്റെ ടേസ്റ്റ് പോവും. ആ അവിടെ എടുത്ത് വെച്ചാ ലെമണ് ബേബി കുട്ടിയേ. ആ ലെമണാണ്. യെല്ലോ ഐസ്ക്രീം തരാട്ടോ. ഒരുപാട് സമയം റിസ്ക് എടുക്കാതെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു പായസമാണ് സേമിയ. എന്നാൽ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടാവുന്ന പായസം കൂടെയാണ്. അങ്ങനെ നമ്മുടെ ബിരിയാണി ഒന്ന് ദമ്മിടാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലാണ് ഈ ദമ്മിട്ട് വെച്ചിട്ടുള്ള കലം വെച്ച് കൊടുക്കുന്നത്. പാൻ ഇപ്പോൾ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇപ്പോൾ സമയം 8 മണി ആയിട്ടില്ല കേട്ടോ. അപ്പോഴത്തേക്കിന് എൻ്റെ എല്ലാ കുക്കിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ക്ലീനിങ് കഴിഞ്ഞിട്ടില്ല. ബേബി എഴുന്നേറ്റ് വന്നതോടുകൂടി ഇത് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. പറഞ്ഞാൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് ആ കിച്ചൻ്റെ സ്ലാബും കൂടെ ക്ലീൻ ചെയ്യാണ്ട്. പക്ഷേ ഞാനേ ഒരു സൈഡിൽ മാത്രം കുക്ക് ചെയ്തതുകൊണ്ട് എനിക്കിന്ന് കാലുവേദന ഒന്നും ഇല്ല കേട്ടോ. ഈ ഒരു കിച്ചണ് ഒട്ടും അലമ്പായിട്ടില്ല. പക്ഷേ ഇവിടെ മാത്രം നിന്നിട്ടാണ് ഞാൻ ഇന്ന് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് കാലുവേദന ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കാരണം എന്താണെന്നോ, കഴിഞ്ഞ പ്രാവശ്യം, ഇപ്പോൾ കഴിഞ്ഞ പെരുന്നാളിനല്ല, അതിൻ്റെ മുൻപ് വന്ന പെരുന്നാളിന് ഞാൻ പകുതി ഇവിടെ ഒരു അടുപ്പിൽ മാത്രം തീ പിടിപ്പിച്ചിട്ട് ബാക്കിയുള്ളത് ഫുള്ളും ഗ്യാസുമല്ലായിരുന്നു. പായസം അങ്ങനെയുള്ള ഐറ്റംസും ഞാൻ ഗ്യാസിലേന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി ഓടി നടന്നിട്ട് എനിക്ക് ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്ത് വിചാരിച്ചു, കഴിഞ്ഞ നോമ്പ് കഴിഞ്ഞ പെരുന്നാളിന് നോമ്പിനൊക്കെ ഞാൻ സർക്കാരിനൊക്കെ ഞാൻ എന്താക്കി, ഈ 2 അടുപ്പിലും മാത്രം കുക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ തന്നെ നിന്നാൽ മതിയല്ലോ, എനിക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യും. 2 അടുക്കളയും കൂടെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ക്ലീൻ ആക്കിയിട്ടതുകൊണ്ട് അവിടെ ഫുൾ എപ്പോഴും അതുപോലെ തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. രാവിലത്തെ കകുന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതും അത് കഴിഞ്ഞതിന് ശേഷം പപ്പടം പൊരിച്ചത് വരെ ഞാൻ അടുപ്പത്താണ്. കാരണം ഒന്നിനും ഞാൻ ഗ്യാസിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ഓടി വന്നിട്ട് പോയിട്ടില്ല. എല്ലാം ഞാൻ ഇവിടെ വെച്ചിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തു. ഇനി ഇപ്പം ഈ ക്ലീൻ ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ ബേബി കഴിഞ്ഞിട്ട് വന്നോണ്ട് ബേബിൻ്റെ ഒരു സൈഡിൽ ഇരിക്കായിരുന്നു. ഇപ്പം ഞാൻ അവളവിടെ സ്ലാബിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ട്, അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കും, അല്ലാതെ ഒറ്റയ്ക്ക് ഇറങ്ങുമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ധൈര്യത്തിൽ ഇരുത്തിയിട്ടുള്ളത്. പിന്നെ ഓടിയിട്ട് നടക്കൂല്ല അവള്. അപ്പം ഞാൻ കിച്ചണ് മൊത്തം ക്ലീൻ ചെയ്തിട്ടോ. ഇനി ദമ്മ് പൊട്ടിച്ചിട്ടില്ല, ദമ്മ് പൊട്ടിക്കാൻ മാത്രമേ ഉള്ളൂ. ഇത് പായസമാണ്. പിന്നെ ഇത് തൈരൊക്കെ ഉണ്ടാക്കി വെച്ചതാണ്. പപ്പടം വലിയൊരു ഡബ്ബയിൽ പൊരിച്ചെടുത്തിട്ടുണ്ട്. കാരണം എന്താണോ, കഴിഞ്ഞ പ്രാവശ്യം തന്നെ പപ്പടം തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് വെള്ളം, ചായ ഒക്കെ റെഡി. അത് മാമി വാഷ് ചെയ്തിട്ട് വെച്ചതാ. ഫുഡ് തരാട്ടോ. അപ്പോൾ ഇന്ന് പെരുന്നാളിൻ്റെ ദിവസമായിരുന്നു കേട്ടോ. വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഫുഡൊക്കെ കഴിച്ചു. ശുശുവിൻ്റെ മുന്നേ ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു, അശ്വതി മാം. സൗണ്ട് ഉണ്ടാക്കില്ലേ. അശ്വതി മാമും മോളും വന്നിട്ടുണ്ടായിരുന്നു. പ്ലീസ്. അപ്പോൾ ഇന്നത്തെ പെരുന്നാളിന്
നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റിയില്ല. കുറച്ച് ഗസ്റ്റുകളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവര് പോയി സംസാരിച്ചൊക്കെ ഇരുന്ന് കുറച്ച് ലേറ്റ് ആയി പോയി ഫുഡൊക്കെ കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് പോകാൻ പറ്റാത്തത് അതുകൊണ്ടല്ല കേട്ടോ, മക്കള് ക്ഷീണിച്ചു ഉറങ്ങി. അവര് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഇന്ന്. ഇപ്പോഴും മുന്നും ശുശു എഴുന്നേറ്റിട്ടില്ല, അവര് ഉറക്കം തന്നെയാണ്. ബേബി എഴുന്നേറ്റ് വന്നു, ഒരു ഉച്ചമയക്കൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നിരിക്കുകയാണ് ആള്. ശുശു മുന്നേ എഴുന്നേറ്റിട്ട് വേണം വീട്ടിലേക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.